ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. അപ്പം ലോകമെമ്പാടുമുള്ള മലയാളികൾക്കെല്ലാം നമ്മുടെ കേരളപ്പിറവിയുടെ ഒലേറിയുടെ പേരിലുള്ള ആശംസകൾ നേരുകയാണ്. അപ്പം ഇന്ന് എന്താ പറയുക, ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട്, അതായത് കേരളപ്പിറവി ദിനം ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ സമ്മാനമൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ സാരി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ 3 ടൈപ്പ് വരുന്ന സാരീസാണ് കാണിക്കുന്നത്. ഒന്ന് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പ്യുവർ ടസർ ഫാബ്രിക്കിലേക്ക് വരുന്ന സാരീസ് ആട്ടോ. പ്യുവർ ടസർ ഫാബ്രിക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാരീസിൻ്റെ പ്രൈസ് എപ്പോഴും 3500 4000 ആ ഒരു പ്രൈസിലേക്കാണ് വരാറ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന 2895 റേറ്റിലാട്ടോ. നമുക്ക് വളരെ റയറായിട്ട്, എനിക്കൊന്ന് ഈ ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു പ്യുവർ ടസർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചെയ്യുന്നത്. കാരണം നമുക്കും എപ്പോഴും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റാറില്ല, കാരണം ആ ഒരു റേറ്റിൽ നമുക്ക് സാരീസ് കിട്ടാറില്ല. എന്തായാലും ഈ ഒരു നവംബർ 1 ഈ ഒരു സാരി വീഡിയോ ചെയ്യാൻ സാധിച്ചാൽ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. കാരണം ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു സമ്മാനമായിട്ട് ഈ ഒരു ഐറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ലിമിറ്റഡ് പീസസ് ആണ്, പല പല വെറൈറ്റി പാറ്റേൺസിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട്, ആ ഒരു ഒക്കേഷനിലാണെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫാബ്രിക്കാണ് ഈ ഒരു ടസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടുത്ത ക്രിസ്മസിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്കാണ് നമുക്ക് ടസർ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരായിട്ട് നമ്മുടെ റീസ്റ്റോക്കാണ് സെമി ജൂട്ട് സിൽക്ക് സാരീസ്. അതിൽ പുതിയ കളർ കോമ്പിനേഷൻ, നമ്മൾ എപ്പോഴും കാണുന്ന കളർ കോമ്പിനേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാരിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കോൺട്രാസ്റ്റ് കളറിൽ 1795 റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അടുത്തത് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരി, കട്ട് വർക്ക്, സെമി ടസർ ഫാബ്രിക്കിൽ തന്നെ കട്ട് വർക്ക് വരുന്ന സാരീസാണ്. അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള സാരി വീഡിയോ നിങ്ങൾക്കൊരു ഗിഫ്റ്റാണ്. ഇത് മാത്രമല്ല കേട്ടോ ഗിഫ്റ്റ്, ഇന്ന് കേരളപ്പിറവിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സാരി വീഡിയോയിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമോ, അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമൻറ്റും ഒക്കെ ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യും. ആ വിന്നർക്ക് നമ്മുടെ അടുത്തുനിന്ന് ഈ ഒരു ടസറിൻ്റെ സാരി തന്നെയായിരിക്കും കേട്ടോ, ഒരു പ്യുവർ ടസർ സാരി ആയിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുകയും പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു അനിയൻ പിങ്കിൻ്റെയൊക്കെ ഷെയ്ഡ് തന്നെയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് പ്യുവർ ടസറാണ് ഫാബ്രിക് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സാരിയായിട്ട് ഡ്രൈപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഈസിയാണ്, സോഫ്റ്റാണ്, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഫാബ്രിക്കിലേക്കാണ് വരിക. ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഇതുപോലെ വീവിങ് പാറ്റേൺ ആണ് വരിക. ബോർഡേഴ്സ് പ്ലെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പല്ലു പോർഷനിലും സെയിം കളറും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൻ്റെയും കൂടെ കോമ്പിനേഷനിൽ ത്രെഡിൻ്റെ വീവിങ് പാറ്റേൺ ആണ് വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസിൽ ചെറിയൊരു ലൈൻസ് പോലത്തെ ഡിസൈൻ പാറ്റേൺ വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതിൻ്റെ പ്രൈസ് ആയിട്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് 2895 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ്, ഗ്രീനിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് അറിയിക്കാട്ടോ. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. 2895 റേറ്റിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. അടുത്ത ഇതിൻ്റെ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല നല്ല കളർ ചാർട്ടിലും വന്നിട്ടുണ്ട്. പ്യുവർ ടസർ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ഇതൊക്കെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേണിൽ തന്നെ കേട്ടോ. ത്രെഡിൻ്റെ വീവിങ് പാറ്റേണും അതുപോലെ തന്നെ സെയിം കളർ ത്രെഡ് വീവ്സ് ഒക്കെ ആയിട്ട് പല്ലു പോർഷൻ വരും. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസിൽ നമ്മുടെ ഈ ഒരു ബോർഡറിൽ ചെറിയൊരു വീവിങ് പാറ്റേൺ വരുന്നത്. ഈ ഒരു വീവിങ് പാറ്റേൺ ആയിരിക്കും ബ്ലൗസ് പീസിലേക്ക് വരിക. 2895 ആണ് റേറ്റ് വരുന്നത്. ഈ ഒരു സെയിം നമ്മളിപ്പോൾ കണ്ട ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്ക് തന്നെയാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇതിൽ പക്ഷേ വീവിങ് പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് റിവ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീവിങ് പാറ്റേൺ വരും. ഇതിൻ്റെയും ബോർഡേഴ്സ് ഓൾമോസ്റ്റ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ത്രെഡിൻ്റെ വീവിങ് പാറ്റേൺ തന്നെയാണ് പല്ലു പോർഷനിലും വന്നിരിക്കുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. നാരോ ആയിട്ടുള്ളൊരു വീവിങ് പാറ്റേൺ ഇതിൻ്റെ ബ്ലൗസ് പീസിലും വരുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു 2895 റേറ്റിൽ വരുന്ന സാരീസാണ്. അടുത്തത് ഇപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ കളർ ചേഞ്ച് ഒരു ഗ്രീൻ കളറിലേക്കായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന കളർ ചാർട്ടാണേലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള സാരി കിട്ടിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കിട്ടാവുന്ന അത്രയും പാറ്റേൺസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കളേഴ്സ് നമ്മൾ സെലക്റ്റീവ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ്, ഹാൻഡ് പിക്ഡ് കളക്ഷൻസ് ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പിങ്കിൻ്റെയൊക്കെ ഷെയ്ഡിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പാറ്റേണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാരിയാണ്. കളേഴ്സാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. 2895 റേറ്റിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിൻ്റെ നമ്മൾ സെക്കൻഡ് പാറ്റേണിൽ വന്നിരിക്കുന്ന സാരി. ഇതൊക്കെ പ്യുവർ ടസർ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഔട്ട്ലുക്ക് വരുന്നത് പോലെ 2895 ആണ് റേറ്റ് വരുന്നത്. സാധാരണയായിട്ട് ഒത്തിരി ഡാർക്ക് കളേഴ്സ് നമുക്കങ്ങനെ ടസറിൽ കിട്ടാറില്ല. അപ്പോൾ ഇതൊരു അടിപൊളിയായിട്ടുള്ള പർപ്പിളിൻ്റെ ഒക്കെ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. പർപ്പിളും ഒരു ലാവൻഡറൊക്കെ ടച്ച് കോമ്പിനേഷൻ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഔട്ട്ലുക്ക് വരുന്നത് പോലെ 2895 ആണ് റേറ്റ് വരുന്നത്. അടുത്തതും പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് തന്നെയാണ്. ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നതും ഇതും തമ്മിൽ പിങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് ടോണിലേക്കാണ് വരുന്നത്. 2895 ആണ് റേറ്റ് വരുന്നത്.
അടുത്ത ഷെയ്ഡ് ഓൾ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഏത് സാരീസൊക്കെ ചെയ്താലും ബ്ലൂവിന് എപ്പോഴും എൻക്വയറി കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡിലേക്കാണ് നെക്സ്റ്റ് വൺ വരുന്നത്. 2895 റേറ്റിലേക്ക് വരും. വീണ്ടും പിങ്കിൻ്റെ ആ ഒരു ഷെയ്ഡ്, പിങ്കിൻ്റെ എനിക്ക് തോന്നുന്നു 2-3 ഷെയ്ഡ്സ് ഉണ്ട്. ചെറിയ ചെറിയ ഡിഫറൻസ്, ലൈറ്റ് ഡാർക്ക് ചെറിയ ടോണിലൊക്കെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഏതാണോ അത് സെലക്ട് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇനി പാറ്റേൺ, മൂന്നാമത്തെ പാറ്റേണിലേക്കാട്ടോ വരുന്നത്. ഇതൊക്കെ പ്യുവർ ടസർ ഫാബ്രിക്കിൽ സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത്. ക്ലോസർ വ്യൂ വരുന്നത് പോലെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീവിങ് പാറ്റേൺ. ഇതിൻ്റെയൊക്കെ ബോർഡറിൽ നമുക്ക് ഓൾമോസ്റ്റ് അടുത്ത് നോക്കിയാൽ മാത്രം ചെറിയൊരു വീവിങ് പാറ്റേൺ കാണും. നമുക്ക് പ്ലെയിൻ എന്ന് പറയുന്നതായിരിക്കും എനിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ്. അതുപോലെ തന്നെ സെയിം കളർ ത്രെഡിൻ്റെ വീവിങ് പാറ്റേൺ ആയിട്ട് പല്ലു പോർഷൻ വരും. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ നാരമായിട്ടുള്ളൊരു വീവിങ് പാറ്റേൺ ഇതിൻ്റെയും ബ്ലൗസ് പീസിൽ വരുന്നുണ്ട്. 2895 റേറ്റ് വരുന്നു. ഇതിലും നമുക്ക് കളേഴ്സ്, നേരത്തെ നമ്മൾ ആദ്യത്തെ പാറ്റേണിലൊക്കെ കണ്ട കളേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. വീവിങ് പാറ്റേണിലാണ് ഡിഫറൻസ് വരിക. ബ്ലൂവിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് ടച്ചിൽ വരുന്നൊരു ബ്ലൂ ഷെയ്ഡാണ്. 2895 റേറ്റ് വരുന്നത്. പിങ്കാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഓരോന്നും നല്ല കളേഴ്സ് ആട്ടോ. അതിലെ വീവിങ് പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കളറാണ് ഇഷ്ടപ്പെടുന്നത്. എനിക്കൊന്ന് ഈ ഒരു വീവിങ് പാറ്റേൺ കളറിൽ നമുക്ക് 3 ഡിസൈനൊക്കെ വരുന്നുണ്ട്, 3-4 ഡിസൈൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. 2895 റേറ്റിലേക്ക് വരും. അടുത്തൊരു ഗ്രേപ്പ് ഷെയ്ഡാണ്. ഇത് വീണ്ടും 4ാമത്തെ പാറ്റേൺ എന്ന് പറയാൻ പറ്റും. ഇതിലെ വീവിങ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു 6 ആഗിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് പോലെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 6 ആഗ് വരുമ്പോഴത്തേനും തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് എപ്പോഴും പ്രിയം കൂടുതലാണ്. ഇതിൻ്റെ പല്ല് വരുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു ബോഡി പോർഷനിൽ വന്നിരിക്കുന്ന സെയിം വീവിങ് പാറ്റേൺ, അതായത് ആ ഒരു 6 ആഗിൻ്റെ വീവിങ് പാറ്റേണും കൂടെ സെയിം കളർ ത്രെഡ് വ്യൂസും വരും. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിലും ആ ഒരു നാരോ ആയിട്ടുള്ള ലൈൻസ് വീവിങ് പാറ്റേൺ ബ്ലൗസ് പീസിൽ വരുന്നുണ്ട്. സെയിം പ്രൈസ് തന്നെയാട്ടോ. 2895 റേറ്റിലേക്ക് വരും. വീണ്ടും ഗ്രീനിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. ഇതിപ്പോൾ നമുക്കൊന്ന് 4ാമത്തെ പാറ്റേണിലേക്കാണ് നമ്മൾ ഈ ഒരു സാരി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാം പ്യുവർ ടസർ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ്. ഔട്ട്ലുക്ക് വരുന്നത് പോലെ. 2895 റേറ്റ് വരുന്നത്. ഒരു ലാവൻഡറിൻ്റെ ഒക്കെ ഡാർക്ക് ടോണിലേക്ക് വരുന്നതാണ്. ചെറിയ ഗ്രേപ്പ് ടച്ചൊക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. 2895 റേറ്റ് വരുന്നത്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നുള്ളത്. 4ാമത്തെ പാറ്റേണിൽ വരുന്ന സാരീസാണ്. അതിലെ ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വൈൻ ഷെയ്ഡിലേക്ക് വരും. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. ഇതും 2895 റേറ്റിലേക്ക് വരും. ഇനി 5th പാറ്റേൺ വന്നിരിക്കുന്നതാണ്. ഇതും പ്യുവർ ടസർ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. എപ്പോഴും കാണുന്ന ടസറിലൊക്കെ കാണുന്ന ആ ഒരു വീവിങ് പാറ്റേൺ, ത്രെഡിൻ്റെ വീവിങ് പാറ്റേൺ ഓൾ ഓവർ ബോഡി പോർഷനിൽ വരുന്നുണ്ട്. പർട്ടിക്കുലർ ലൈൻസ് പോലെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. പല്ലുവിലും വീവിങ് പാറ്റേൺ തന്നെയാണ്. ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീവിങ് പാറ്റേൺ ആണ് പല്ലു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരമായിട്ടുള്ള വീവ്സ് വരുന്നുണ്ട്. ഇതും സെയിം പ്രൈസ് 2895 റേറ്റിലേക്ക് വരും. അടുത്ത പിങ്ക് മെറൂൺ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് 5ാമത്തെ പാറ്റേണിൽ വരുന്നതാണ്. കളറിലെ ഡിഫറൻസ് വരുന്നുള്ളൂ. 2895 ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഇതിലും നമുക്ക് 4 ഷെയ്ഡ്സോളം വരുന്നുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂ ആണ്. സെയിം പാറ്റേൺ തന്നെയാണ് വരിക. പ്യുവർ ടസർ ഫാബ്രിക്കിൽ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. വീവിങ് പാറ്റേൺ വരുന്നത് പോലെയാണ്. പല്ലൂര് മറ്റൊരു വീവിങ് പാറ്റേൺ വരും. 2895 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ്. കളറിലെ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കത് ഈ ഒരു സാരീസിൽ നമുക്ക് 5 പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വീവിങ് പാറ്റേണും സെലക്ട് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ പർച്ചേസ് ചെയ്തില്ലെങ്കിലും കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് വിന്നറാകാനുള്ള അവസരമുണ്ട്. ഈ ഒരു സാരി ആയിരിക്കും, പ്യുവർ ടസർ സാരി ആയിരിക്കും നമ്മൾ ഗിഫ്റ്റായിട്ട് നൽകുക. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്നതായിട്ടാണ്. സെമി ക്യൂട്ട് സിൽക്ക് ഫാബ്രിക്കിൽ കോൺട്രാസ്റ്റ് ബോർഡേഴ്സും പല്ലു പോർഷനും വരുന്നത്. അതിലേക്ക് ബനാറസി വീവിങ്ങിൻ്റെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. നമ്മൾ ഈ ഒരു ചെറുപയർ പച്ച, ഇതിൻ്റെ തന്നെ പല കളർ കോമ്പിനേഷൻസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബർഗൻഡി ചെയ്തിട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു കോഫി ബ്രൗൺ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. ഒരു പിഗോ ഗ്രീൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് വരുന്നത്. ഇതിനെപ്പറ്റി ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആണ്, എന്താ പറയുക, ഡ്രൈപ്പ് ചെയ്യാൻ ഈസിയാണ്, ഹാൻഡിൽ ചെയ്യാനും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്. അതുപോലെ ആൻറ്റി കളറിൽ സ്ട്രൈപ്പ് പാറ്റേൺ വരുന്നത്. ബനാറസിയിലാണ് സ്ട്രൈപ്പ് പാറ്റേൺ. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് പീസ്. സ്ലീവിൻ്റിലും ബനാറസി ബോർഡേഴ്സ്. 1795 റേറ്റ് വരും. അടുത്ത ഷെയ്ഡ് മസ്റ്റാർഡ് ആൻഡ് ഗ്രീൻ കളറാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. ഇതിൽ ഓരോന്നിലും വീവിങ് ബനാറസിയുടെ ഒരു വീവിങ് പാറ്റേൺ ബോർഡേഴ്സിലേക്ക് ഡിഫറെൻ്റ് ആയിട്ട്. ഇതെനിക്ക് ഈ ഒരു വീവിങ് പാറ്റേൺ ഫസ്റ്റ് ടൈമാണ് വരുന്നതെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ്. നല്ല ഭംഗിയുള്ളൊരു മസ്റ്റാർഡ് ഷെയ്ഡ്. കോൺട്രാസ്റ്റ് ഗ്രീൻ കളർ വരുന്ന പല്ലു, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കളറിലേക്ക് ബ്ലൗസ് പീസും. റേറ്റ് വരുന്നത് 1795. നെക്സ്റ്റ് വൺ ബ്ലൂ ആൻഡ് റെഡ് ആണ്.
ഓരോന്നിലും വീവിങ്, എല്ലാത്തിലും ഒരു ആൻറ്റി കളർ ആട്ടോ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്തിരിക്കുന്നത് ബനാറസി വീവിങ്ങിന് വേണ്ടിയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലുണ്ട് ഔട്ട്ലുക്ക് വരുന്നത് പോലെ. കോൺട്രാസ്റ്റ് റെഡ് കളറിലേക്ക് ബ്ലൗസ് പീസ് വരും. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും. സ്ലീവിൻ്റെ ആ ഒരു എൻ പോർഷനിലേക്കായിരിക്കും ബോർഡർ പോർഷൻ വരും കേട്ടോ. 1795 റേറ്റിലേക്ക് വരും. അടുത്ത ഗ്രീനാണ്. ഗ്രീനും ഈ ഒരു എന്താ പറയുക മെറൂണിൻ്റെ ഒരു കോമ്പിനേഷനോടൊക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ഫംഗ്ഷന് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകാൻ പറ്റുന്ന കളർ കോമ്പിനേഷനും അടിപൊളിയായിട്ടുള്ള സാരി. വേഗം തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. 1795 റേറ്റിലേക്കാണ് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊണ്ടുവന്നതിൻ്റെ ഒന്ന് റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും ആ ഒരു നമ്മുടെ ചെറുപയർ പച്ചയും കോഫി ബ്രൗണും കൂടെ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ കോൺട്രാസ്റ്റ് കളറിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ബ്ലൗസ് പീസ് വരിക. 1795 റേറ്റിലേക്ക് വരും. അടുത്തത് ഒരു പിങ്ക് വൈനിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. ഇങ്ങനെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒരു കളർ കോമ്പിനേഷൻസ് വരുന്നതൊക്കെ ഇതിലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു കോമ്പിനേഷനും ഗ്രീനൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. കോൺട്രാസ്റ്റ് കളർ ഗ്രീനിൽ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക. 1795 റേറ്റിലേക്ക് വരും. ഇനി കട്ട് വർക്ക് വരുന്ന സാരീസ്. എനിക്കൊന്ന് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേനും കട്ട് വർക്ക് വരുന്ന ആ ഒരു ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് തന്നെ കട്ട് വർക്ക് സാരീസൊക്കെ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല നല്ല ഷെയ്ഡ്സും സാധാരണ കാണുന്ന ആ ഒരു എംബ്രോയ്ഡറി വർക്കിൽ നിന്നൊക്കെ കൂടുതലും ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിരിക്കും കട്ട് വർക്കിൽ വരുന്നത്. ഇപ്രാവശ്യം ലീഫി പാറ്റേൺ ഒക്കെ ഇതിൻ്റെ ബോഡി പോർഷനിൽ വരുന്നത്. അതുപോലെ തന്നെ രണ്ട് സൈഡും സ്കാലപ്പ് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ കട്ട് വർക്കും വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എംബ്രോയ്ഡറി വർക്കാണെങ്കിൽ ലീഫി പാറ്റേണിലൊക്കെ ആട്ടോ വന്നിരിക്കുന്നത്. സെമി ടെസറാണ് ഫാബ്രിക് വരുന്നത്. നല്ല സോഫ്റ്റാണ്. ഡ്രൈപ്പ് ചെയ്യാൻ ഈസിയാണ്. ഫംഗ്ഷൻ വെയറൊക്കെ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം. 2139 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഒരു ബേജ് ഡാർക്ക് ചിക്കു ആ ഒരു കളർ നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാട്ടോ. ഫംഗ്ഷനൊക്കെ ഏറ്റവും സ്യൂട്ടാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒക്കേഷനിലേക്കുള്ള കളക്ഷനോടെയാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. 2139 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. അടുത്ത പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ഈ ഒരു കട്ട് വർക്ക് വരുന്ന സാരീസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്നൊരു ഷെയ്ഡാണ് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയുന്നത്. ഇതെല്ലാം സെമി ടെസർ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. എംബ്രോയ്ഡറി വർക്ക് ബോഡി പോർഷനിൽ സ്കാറ്റേഡ് ആയിട്ട് ഈ ഒരു ലീഫി എംബ്രോയ്ഡറി വർക്ക് വരും. ബോർഡേഴ്സ് ഇതുപോലെ സ്കാലപ്പ് വർക്ക് എംബ്രോയ്ഡറി വർക്കും വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. 2139 റേറ്റിലേക്ക് വരും. ഇതിൽ ഇപ്രാവശ്യം നല്ല കളർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എനിക്ക് 8 ഷെയ്ഡ്സാണ് വരുന്നതെന്ന് തോന്നുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ. ഇതൊക്കെ കളറിലെ ഡിഫറൻസ് വരുന്നുള്ളൂ. പാറ്റേൺ എല്ലാത്തിലും സെയിം ആയിട്ടാണ് വരുന്നത്. 2139 ആണ് റേറ്റ് വരുന്നത്. ഡാർക്ക് ചാർട്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സും വരുന്നുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. 2139 ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഒരു പിങ്കിൻ്റെ ഷെയ്ഡ് തന്നെയാണ്. നെക്സ്റ്റ് പിങ്ക് പീച്ച് സ്റ്റോണിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. 2139 റേറ്റിലേക്ക് വരും. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പിങ്കിഷ് ലാവൻഡർ ആണ്. ഇതൊക്കെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ തന്നെയാട്ടോ. ഇത് നമ്മൾ സെമിക്യൂട്ടിലൊക്കെ പറയുന്ന പോലെയാണ്. ഇതിലും ഏത് കളർ സെലക്ട് ചെയ്യുന്നുള്ള കാര്യമായിരിക്കും ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ലാവൻഡറിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി. ഇതും 2139 റേറ്റിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അതുപോലെ ഇന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നൊക്കെ നമ്മൾ ആദ്യം കാണിച്ച സാരീസ് പോലെ പ്യുവർ ടസർ സാരിയിൽ ഒരു ഗിഫ്റ്റായിട്ട് നൽകുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഗീവ് അവേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു.